ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ മോൾ സങ്കല്പനത്തിലെ പ്രധാനമായിട്ടും 3 ആശയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആപേക്ഷിക അറ്റോമിക മാസ്, ഗ്രാം അറ്റോമിക് മാസ്, മോൾ ആറ്റം. അല്ലേ, എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ചില ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ വായിച്ച് നോക്കുകയും നോട്ട്സൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഏതായാലും രണ്ടാമത്തെ ചാപ്റ്ററിൽ മോൾ കൺസെപ്റ്റിലെ ചില ആശയങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ക്ലാസ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ടീച്ചർക്ക് ഈ ചില ആശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക മാസ് എന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടല്ലേ. കടയിൽ പോയി 1 കിലോ അരി പറയുമ്പോൾ കടക്കാരൻ അരി ഒരു ത്രാസ് എടുക്കുകയും ത്രാസിൽ 1 കിലോയുടെ കട്ടി വെക്കുകയും അതിനനുസരിച്ച് മറ്റേ തട്ടിൽ അരി എടുത്ത് നമുക്ക് ബാലൻസ് ചെയ്ത് തൂക്കിത്തരും അല്ലേ. അതുപോലെ ഇപ്പോൾ 1 കിലോ തക്കാളി വേണമെന്ന് പറഞ്ഞാൽ ആദ്യം 1 കിലോയുടെ തൂക്ക് കട്ടി വെക്കുന്നു, അതിനനുസരിച്ച് തക്കാളി മറ്റേ ത്രാസിൽ വെക്കും. ചിലപ്പോൾ കടക്കാരൻ തക്കാളി ഒന്നെടുത്ത് മാറ്റും, ഒന്നുകിൽ ചിലപ്പോൾ 1-2 തക്കാളി അങ്ങോട്ട് വെച്ച് ആ 2 തട്ടും ബാലൻസായി വരുമ്പോഴാണ് 1 കിലോ എന്നുള്ള അളവിൽ, നമ്മൾ പറഞ്ഞ അളവിൽ നമുക്ക് ആ സാധനം തൂക്കിത്തരുന്നത്. അപ്പോൾ സൂക്ഷ്മകണികകളുടെ മാസ് നമുക്ക് എങ്ങനെ പ്രസ്താവിക്കാൻ സാധിക്കും? അപ്പോൾ സൂക്ഷ്മകണികകൾ, ആറ്റങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്ര ഇവയുടെ മാസ് കണക്കാക്കുന്നതിന് ആധുനികമായിട്ട് പല രീതികളുമുണ്ട്. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 × 10⁻⁻24 ഗ്രാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1.67 × 10⁻⁻27 കിലോഗ്രാം ആധുനിക രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറയുന്നത് പോലെ സൂക്ഷ്മകണികകളുടെ മാസ് നമുക്ക് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ 1 കിലോ തക്കാളിയുടെ മാസ് എന്ന് പറയുന്നത് 1 കിലോ തൂക്കുകട്ടിയുടെ മാസുമായി താരതമ്യം ചെയ്താണ് 1 കിലോ തക്കാളിയിൽ ഇത്ര തക്കാളികൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തക്കാളി ആയാലും പച്ചക്കറികൾ, മറ്റെന്ത് സാധനങ്ങളായാലും, ഫ്രൂട്ട്സ്, ഓറഞ്ച് ആയാലും, ആപ്പിൾ ആയാലും, അരി ആയാലും, പഞ്ചസാര ആയാലും, 1 കിലോ ആയാലും 2 കിലോ ആയാലും 10 കിലോ ആയാലും ത്രാസിൻ്റെ ഒരു തട്ടിൽ ആ കിലോയുടെ കട്ടി വെച്ചിട്ട് അതുമായിട്ട് താരതമ്യം ചെയ്താണ് സാധനങ്ങളുടെ മാസ് നമുക്ക് കണക്കാക്കി തരുന്നത്. അതേ രീതി തന്നെയാണ് സൂക്ഷ്മകണികകളുടെ മാസ് കണക്കാക്കാനും അവലംബിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 1 കിലോഗ്രാമാണ് സ്റ്റാൻഡേർഡ് മാസിൻ്റെ യൂണിറ്റായിട്ട്, കിലോഗ്രാമാണ് മാസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റായിട്ട് അവലംബിച്ചിരിക്കുന്നതെങ്കിൽ സൂക്ഷ്മകണികകളുടെ മാസ് കണക്കാക്കാനായിട്ട് സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നത് കാർബൺ മൂലകത്തിനെയാണ്. ഒരു മൂലകം തന്നെ വിവിധ രൂപങ്ങളിൽ പ്രകൃതിയിൽ കാണപ്പെടും. അത് കൂട്ടുകാർക്കൊക്കെ അറിയാം, അതിന് ഐസോട്ടോപ്പ് എന്ന് പറയും. അങ്ങനെ കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് കാർബൺ 12. കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് കാർബൺ 12. പ്രകൃതിയിൽ കാർബൺ മൂലകത്തിൽ 99% പ്രകൃതിയിൽ കാണപ്പെടുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 12 ശുദ്ധരൂപത്തിൽ. അതുകൊണ്ട് ഇതിനെയാണ് അടിസ്ഥാനമായിട്ട് സൂക്ഷ്മകണികകളുടെ മാസ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ കാർബൺ 12 മൂലകത്തിൻ്റെ അറ്റോമിക മാസ് 12 ഇതിൻ്റെ 12-1 ഒരു യൂണിറ്റ് അടിസ്ഥാനമായി എടുത്തുകൊണ്ട് അതുമായി കമ്പയർ ചെയ്താണ് മറ്റ് ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കൊരു ത്രാസിൻ്റെ തട്ടിൽ കാർബൺ വെക്കുന്നു. അപ്പോൾ ഒരു തട്ടിൽ, ഒരു ത്രാസിൻ്റെ 2 തട്ടായിട്ട് നമ്മളിത് സങ്കല്പിക്കുക. നിങ്ങൾ ഒരു തട്ടിൽ നമ്മൾ കാർബണിൻ്റെ ഒരു ആറ്റം വെക്കുന്നു. ആ കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് 12. ആ 12നെ 12 ചെറു യൂണിറ്റുകളായിട്ട് നമ്മൾ മാറ്റുകയാണിത്. ഇതിൽ ഒരു യൂണിറ്റിൻ്റെ ഭാരമെന്ന് പറയുന്നത് 1 ഗ്രാമാണ്, 1. അങ്ങനെ ഇത് 12 തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റിയിരിക്കുകയാണിത്. അപ്പോൾ ഈ ഒരു കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് 12. ഈ തട്ടിൽ 12 ചെറിയ യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുകയാണ്. അങ്ങനെ കാർബണിൻ്റെ മാസ് നമുക്ക് 12 ആയിട്ട് എടുക്കാം. ഇനി കാർബൺ മാറ്റിയിട്ട് നമുക്ക്
ഈ തട്ടിൽ ഓക്സിജൻ വെക്കാം നമുക്ക്. ഓക്സിജൻ വെക്കുമ്പോൾ ഈ തട്ട് താഴുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്സിജന് ഭാരം കൂടുതലാണ്. അപ്പം നമ്മൾ കടയിൽ പോയി തക്കാളിയോ ഓറഞ്ചോ ഒക്കെ വാങ്ങുമ്പോൾ കട്ടിയുടെ ഭാഗമാണ് ഈ ഭാഗം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് എടുത്ത് ഓരോന്ന് ഇങ്ങോട്ട് മാറ്റും കടക്കാരനല്ലേ, അതിനനുസരിച്ച് ബാലൻസ് ചെയ്യും. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഓക്സിജൻ ആറ്റമാണ് വെച്ചത്, അതിൽ നിന്ന് നമുക്ക് ഓക്സിജൻ ആറ്റത്തിൽ നിന്ന് കഷ്ണം എടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇവിടെ കാർബണിന്റെ 12 ചെറിയ യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് കൂടെ വെക്കുന്നു. അപ്പോഴും ശരിയായിട്ടില്ല. അപ്പൊ 13 യൂണിറ്റ് ആയി. 14 എണ്ണം വെച്ചു, ശരിയായിട്ടില്ല. 15 എണ്ണം വെച്ചു. ഇതേപോലുള്ള 16 യൂണിറ്റുകൾ വെക്കുമ്പോൾ ഓക്സിജന്റെ മാസിന് തുല്യമാകുന്നു. അപ്പൊ കാർബൺ 12 എന്ന് പറയുന്ന മൂലകത്തിന്റെ മാസിന്റെ 12ന്റെ 1/12 എത്ര യൂണിറ്റുകളായിട്ടാണ് ഓക്സിജന്റെ മാസ് ഇവിടെ ബാലൻസ് ചെയ്തിരിക്കുന്നത്? 16 യൂണിറ്റുകളാണ്. അതുകൊണ്ട് ഓക്സിജന്റെ മാസ് എത്രയെന്ന് പറയാം? 16 ആണെന്ന് നമുക്ക് പറയാം. കാർബൺ 12ന്റെ ഒരു യൂണിറ്റിന്റെ 16 യൂണിറ്റുകളായിട്ട് താരതമ്യം ചെയ്താണ് ഓക്സിജന്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന് പകരം നമുക്ക് ഇവിടെ ഈ തട്ടിൽ സോഡിയം വെച്ച് നോക്കാം. സോഡിയം വെക്കുമ്പോഴും ഈ തട്ട് താഴുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഭാഗത്തിന് ഭാരം കൂടുതലാണ്. അപ്പൊ ഇത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് 23 ഇതുപോലുള്ള ചെറിയ യൂണിറ്റുകൾ വെക്കേണ്ടി വരും. 23 ചെറിയ യൂണിറ്റുകൾ വെക്കുമ്പോഴാണ് ഇതിന്റെ മാസിന് തുല്യ മാസാകുന്നത്. അപ്പൊ കാർബൺ 12ന്റെ ഒരു യൂണിറ്റിന്റെ 23 എണ്ണം ആകുമ്പോഴാണ് സോഡിയത്തിന്റെ മാസ് കാർബൺ 12ന്റെ ഒരു യൂണിറ്റിന്റെ മാസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശരിയാകുന്നത്. ഇങ്ങനെ സൂക്ഷ്മകണികകളുടെ മാസ് കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 1/12 കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീലിയം ആണെങ്കിൽ ഇതില് ഹീലിയമാണ് നമ്മളിവിടെ വെക്കുന്നതെങ്കിൽ ഈ ഭാഗമായിരിക്കും താഴുന്നത്. അപ്പൊ ഇവിടെയാണ് ഭാരം കൂടുതൽ. അപ്പം കാർബണിനേക്കാൾ ഭാരം കുറവാണ് ഹീലിയത്തിന്. ഇവിടുന്ന് 12 ആയിരുന്നപ്പോൾ കാർബൺ 12ന്റെ ഓരോ ചെറിയ യൂണിറ്റിൽ 4 എണ്ണം മതി ഇവിടെ. അങ്ങനെ ഹീലിയത്തിന്റെ മാസ് എത്രയായിട്ട് വരും? 4 ആയിട്ട് വരും. ഇങ്ങനെ സൂക്ഷ്മകണികകളുടെ ആറ്റംസിന്റെ മാസ് കാർബൺ 12 മാസുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് ആപേക്ഷിക അറ്റോമിക മാസ് അഥവാ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലും നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതിന് തുല്യ തൂക്കമുള്ള തൂക്കുകട്ടിയുമായി താരതമ്യം ചെയ്താണ് അവയുടെ മാസ് നമുക്ക് കണക്കാക്കി തരുന്നത്. ഈ രൂപത്തിൽ സൂക്ഷ്മകണികകളുടെ മാസ് മറ്റൊരു മൂലകത്തിന്റെ മാസുമായി താരതമ്യം ചെയ്ത് പറയുന്നതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. It is the method of expressing mass of one atom in terms of mass of a standard atom. ഏതാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ആറ്റം? കാർബൺ. ഓക്കെ, 1/12 mass of carbon 12 isotope is taken as standard for stating mass of atoms. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആറ്റമായിട്ട് എടുത്തിരിക്കുന്നത് കാർബൺ 12 ആറ്റത്തിന്റെ മാസാണ്. 1/12 mass of carbon 12. 1/12 mass of carbon 12 atom is called a unified mass അല്ലെങ്കിൽ യു. ആദ്യകാലങ്ങളിൽ ഇത് AMU എന്നറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് യൂണിഫൈഡ് മാസ് അഥവാ യു എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു 1.6606 into 10⁻⁻27 കിലോഗ്രാം ആണ്. ഈ ഒരു യൂണിറ്റിന്റെ മാസ് എന്ന് പറയുന്നത് 1.6606 into 10⁻⁻27 കിലോഗ്രാം. ഗ്രാമിലാണെങ്കിലോ 1.6606 into 10⁻⁻24 ഗ്രാം. അപ്പൊ നമ്മൾ ഈ തട്ടില് ഹൈഡ്രജൻ ആണ് വെക്കുന്നതെങ്കിൽ കാർബൺ 12ന്റെ 1/12 ഒരു യൂണിറ്റ് മാത്രം മതിയാവും. അപ്പോൾ ഒരു യൂണിറ്റിന്റെ മാസ് എത്രയാണ്? 1 അതെന്ന് പറയുന്നത് ഏകദേശം ഇത്രയും ഗ്രാം അല്ലെങ്കിൽ ഈ കിലോഗ്രാമിന് തുല്യമായിട്ട് വരും. അതാണ് ഹൈഡ്രജന്റെ ഒരാറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക അറ്റോമിക മാസ്.
അപ്പോൾ സൂക്ഷ്മകണികകളുടെ മാസ് പ്രസ്താവിക്കുന്നതിന് ഏത് രീതിയാണ് അവലംബിക്കുന്നത്? നമുക്ക് കാർബൺ ആപേക്ഷിക അറ്റോമിക മാസ് രീതി, റിലേറ്റീവ് അറ്റോമിക് മാസ് മെത്തേഡ്. ആപേക്ഷിക അറ്റോമിക മാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സൂക്ഷ്മകണികകളുടെ മാസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മറ്റൊരു മൂലകത്തിന്റെ മാസുമായി താരതമ്യം ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് ആപേക്ഷിക അറ്റോമിക മാസ് രീതി എന്ന് പറയുന്നത്. ഏത് മൂലകത്തിന്റെ മാസിന്റെ 12 ഭാഗവുമായി താരതമ്യം ചെയ്താണ് മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്? കാർബണിന്റെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ അറ്റോമിക മാസ് 14 എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഈ തട്ടിൽ നൈട്രജന്റെ ഒരു ആറ്റമാണ് വെക്കുന്നതെങ്കിൽ കാർബൺ 12ന്റെ 12 എത്ര യൂണിറ്റുകൾ ഇവിടെ വെക്കേണ്ടി വരും? 14 യൂണിറ്റുകൾ. 14 യൂണിറ്റുകൾ ഇവിടെ വെക്കേണ്ടി വരും. അപ്പൊ കാർബൺ 12ന്റെ 12 14 തവണ ഭാരം കൂടിയതാണ് നൈട്രജന്റെ ഒരാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നൈട്രജന്റെ അറ്റോമിക മാസ് 14 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? 14 times heavier than 1/12 mass of carbon 12 atom. കാർബൺ 12 ആറ്റത്തിന്റെ 12 14 തവണ ഭാരം കൂടുതലാണ് നൈട്രജന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക മാസ് 23 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാർബൺ 12ന്റെ 12 23 തവണ ഭാരം കൂടുതലാണ് സോഡിയത്തിന്റെ ഒരു ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആപേക്ഷിക അറ്റോമിക മാസിന്റെ കൺഫ്യൂഷൻ എല്ലാവർക്കും തീർന്നു കാണുമല്ലോ. കാർബൺ 12 എന്ന മൂലകത്തിന്റെ മാസിന്റെ 12 എത്ര എന്ന് താരതമ്യം ചെയ്ത് പറയുന്നതാണ് ആപേക്ഷിക അറ്റോമിക മാസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിക്കുന്ന ആപേക്ഷിക അറ്റോമിക രീതി ഉപയോഗിച്ച് നമ്മൾ മാസ് പറഞ്ഞു. ആ മാസ് നമ്മൾ എടുത്താൽ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് കണക്കാക്കുന്നത് എങ്ങനെ? ആറ്റങ്ങളുടെ എണ്ണവും മാസുമായിട്ട് കമ്പയർ ചെയ്ത് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സൂക്ഷ്മകണികകളുടെ എണ്ണം കണക്കാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നിങ്ങൾ വാതകങ്ങളുടെ ചില പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് വാതകത്തിന്റെ വ്യാപ്തം ആശ്രയിച്ചിരിക്കുന്ന ചില ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് വ്യാപ്തവും മർദ്ദവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു. അതുപോലെ താപനിലയും വ്യാപ്തവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു. അപ്പോൾ അതേപോലെ വാതകങ്ങളുടെ വ്യാപ്തത്തെ ആശ്രയിക്കുന്ന മറ്റൊരു ഘടകമാണ് എണ്ണം. എണ്ണം കൂടിയാൽ സ്വാഭാവികമായിട്ടും വ്യാപ്തം കൂടും. അപ്പോൾ അങ്ങനെ 3 നിയമങ്ങൾ നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. വാതകങ്ങളുടെ വ്യാപ്തവും എണ്ണവുമായിട്ട് താരതമ്യപ്പെടുത്തി ആ നിയമം അവഗാഡ്രോ നിയമം, അവഗാഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് നമുക്ക് അവഗാഡ്രോ നിയമം പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ എണ്ണം നമുക്ക് കണക്കാക്കേണ്ട ഒരു സന്ദർഭം വരും. സൂക്ഷ്മകണികകളുടെ എണ്ണം നമുക്ക് എങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും? ഇപ്പോൾ ഉദാഹരണമായിട്ട് വലിയ വലിയ ബാങ്കുകളിൽ 5 രൂപയുടെ നാണയത്തൊട്ടുകൾ ലക്ഷക്കണക്കിനൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? അതെങ്ങനെയാ എളുപ്പത്തിൽ എണ്ണാമെന്നുള്ളതിനൊരു നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നാണയം 5 രൂപ ഒരു നാണയത്തിന്റെ ഭാരം 5 ഗ്രാം ആണെന്നിരിക്കട്ടെ. ഒരു നാണയത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 5 ഗ്രാം ആണ്. അങ്ങനെ 1000 നാണയങ്ങളുടെ മാസ് എത്രയായിരിക്കും? 5000 ഗ്രാം ആയിരിക്കും. ഒരു നാണയത്തിന് 5 ഗ്രാം ആകുമ്പോൾ 1000 നാണയങ്ങളുടെ മാസം എന്ന് പറയുന്നത് 5000 ഗ്രാം ആയിരിക്കും. ഇപ്പൊ ഒരു സഞ്ചിയിൽ 50000 ഗ്രാം നാണയങ്ങളുണ്ട് എങ്കിൽ ആ സഞ്ചിയിൽ എത്ര നാണയങ്ങൾ ഉണ്ടായിരിക്കും? ഒരു സഞ്ചിയിൽ 5 രൂപ നാണയത്തൊട്ടുകൾ ഭാരം 50000 ആണ് എങ്കിൽ അതിൽ എത്ര നാണയങ്ങൾ ഉണ്ടാവും? ഒരു നാണയത്തിന്റെ ഭാരം എത്രയാണ്? 5 ഗ്രാം. അപ്പൊ 50000 ഗ്രാം ഉണ്ടപ്പോൾ അതിൽ എത്ര നാണയങ്ങൾ ഉണ്ടാവും? 10000 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? അപ്പൊ 50000 ഗ്രാം ഉള്ള ഒരു സഞ്ചിയിൽ 10000 നാണയങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മാസും എണ്ണവും തമ്മിലൊരു ബന്ധം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ ഒരേ നാണയമാണ് എന്നുള്ളൊരു ഐഡിയ കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ മാസും എണ്ണവും തമ്മിലുള്ളൊരു ബന്ധത്തിൽ നിന്ന് നമുക്ക് സൂക്ഷ്മകണികകളുടെ എണ്ണം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് മാസ് നോക്കാം. ആറ്റങ്ങളുടെ എലമെന്റ് കാർബൺ. കാർബണിന്റെ അറ്റോമിക മാസ് 12.
ഇവിടെ നമ്മൾ 3 മൂലകങ്ങൾ എഴുതിയിട്ടുണ്ട്. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്, ഓക്സിജൻ 16 ആണ്, ഹീലിയം 4 ആണ്. ഇതുപോലെ നമുക്ക് മറ്റു 3 മൂലകങ്ങളിലും കൂടെ എഴുതിയിട്ടുണ്ട്. സോഡിയം 23, നൈട്രജൻ 14, ക്ലോറിൻ 35.5. ഇതൊക്കെ ഇവയുടെ അറ്റോമിക മാസുകളാണ്. നമ്മൾ പറഞ്ഞു ഇവ യഥാർത്ഥ മാസല്ല, കാർബൺ 12 ആറ്റത്തിന്റെ 12ൽ ഒന്നുമായിട്ട് താരതമ്യം ചെയ്ത് കണ്ടെത്തിയ മാസാണ്. ഏത് രീതി? ആപേക്ഷിക അറ്റോമിക മാസ് ഉപയോഗിച്ച്. അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ അറ്റോമിക മാസ്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നിന്ന് ഈ മാസുകൾ നമുക്ക് കിട്ടും. പീരിയോഡിക് ടേബിൾ ഓരോ മൂലകത്തിന്റെയും പ്രതീകത്തിന്റെ ചുവടെയായിട്ട് മാസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഠപുസ്തകത്തിലെ മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രതിപാദിക്കുന്നത് എവിടെയാണോ അവിടെ അവയുടെ അറ്റോമിക മാസും കൂടെ സൂചിപ്പിക്കും. ആരും എല്ലാ മൂലകങ്ങളും ഞങ്ങൾ പഠിച്ചു വെക്കണം, ഓർത്ത് വെക്കണം എന്നൊന്നും ഓർത്ത് പേടിക്കേണ്ട. നമുക്കൊരു 6 മൂലകങ്ങൾ ഇപ്പൊ ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓർത്തു നോക്കാം. കാർബണിന്റെ അറ്റോമിക മാസ് 12 ആണ്, ഓക്സിജന്റെ അറ്റോമിക മാസ് 16, ഹീലിയം 4, സോഡിയം 23, നൈട്രജൻ 14, ക്ലോറിൻ 35.5. എല്ലാവരും ഈ ടേബിൾ ഒന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ അറ്റോമിക മാസുകളെ നമ്മൾ എഴുതി. ഇത് ജിയിലോട്ട് ചേർത്ത് പറയണം. ഇത്രയും മാസ് ഗ്രാമിൽ എടുക്കുകയാണ് നമ്മൾ. ഇപ്പം കാർബണിന്റെ അറ്റോമിക മാസ് 12 ആണ്. അത് 12 ഗ്രാം ആണ് നമ്മൾ എടുക്കുന്നത്. അതിൽ എത്ര ആറ്റം ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഓക്സിജന്റെ അറ്റോമിക മാസ് 16 ആണ്. അത് 16 ഗ്രാം നമ്മൾ എടുത്താൽ അതിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടായിരിക്കും? നൈട്രജൻ അറ്റോമിക മാസ് 14 ആണ്. 14 ഗ്രാം നൈട്രജൻ എടുത്താൽ അതിൽ എത്ര നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും? ഓക്കെ. സോഡിയം ഹൈഡ്രജൻ അറ്റോമിക മാസ് 1. 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാകും? സോഡിയത്തിന്റെ അറ്റോമിക മാസ് 23. 23 ഗ്രാം സോഡിയം എടുത്താൽ അതിൽ എത്ര സോഡിയം ആറ്റങ്ങൾ ഉണ്ടാകും? ക്ലോറിൻ അറ്റോമിക മാസ് 35.5. 35.5 ഗ്രാം സോഡിയം ക്ലോറിൻ എടുത്താൽ അതിൽ എത്ര ക്ലോറിൻ ആറ്റങ്ങളുണ്ട്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അറ്റോമിക മാസുകളാണിത്. അത്രയും ഗ്രാമുകൾ വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അവഗാഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഒരു മാജിക് നമ്പർ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഈ നമ്പർ 6.022 × 10⁻23. ഇതാണ് ആ മാജിക് നമ്പർ. ഇതൊന്ന് വായിച്ചു നോക്ക്, ആർക്കൊക്കെ വായിക്കാൻ പറ്റും എന്നുള്ളത്. അത് നമുക്ക് എളുപ്പം ഇങ്ങനെ ഒന്ന് എഴുതാം. 6.022 × 10⁻23. ഇതിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, അവഗാഡ്രോ സംഖ്യ. അപ്പം ഈ അറ്റോമിക മാസുകൾ ഈ മൂലകങ്ങളുടെ എടുത്തിരിക്കുന്ന നമ്മൾ അത്രയും ഗ്രാമുകളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഈ മൂലകങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇത്രയും എണ്ണം ആറ്റങ്ങളാണ്. എത്രയാണ്? 6.022 × 10⁻23 എണ്ണം ആറ്റങ്ങൾ. ചില കൂട്ടുകാർക്കെങ്കിലും സംശയം ഉണ്ടാകാം, അതെങ്ങനെയാണ് ടീച്ചറെ കാർബണിലും ഓക്സിജനിലും നൈട്രജനിലും ഹൈഡ്രജനിലും സോഡിയത്തിലും ക്ലോറിനിലും ഒക്കെ ഇത്രയും ആറ്റങ്ങൾ അടങ്ങി ഒരേപോലെ എണ്ണ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത്? അതിന് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കൊന്ന് പഴക്കടയിലോ ഫ്രൂട്ട്സ് കടയിലോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. അതായത് നിങ്ങൾ 1 കിലോ മുന്തിരിങ്ങ വാങ്ങുന്നു. ഇപ്പം നിങ്ങൾക്ക് 50 മുന്തിരിങ്ങകൾ വേണം, 50 ഓറഞ്ച് വേണം, നിങ്ങൾക്ക് 50 തേങ്ങ വേണം, അല്ലെങ്കിൽ പൈനാപ്പിൾ വേണം. തേങ്ങ പോട്ടെ, പൈനാപ്പിൾ ആക്കാൻ നമുക്ക്, ഫ്രൂട്ട്സ് കടയെന്നല്ലേ പറഞ്ഞത്. 50 പൈനാപ്പിൾ വേണം. ഇങ്ങനെയാണെങ്കിൽ കടക്കാരൻ എല്ലാം എടുക്കുന്നത് ഒരേ ഗ്രാമിൽ, ഒരേ അളവിൽ, ഒരേ കിലോഗ്രാമിലായിരിക്കുമോ? അല്ലേ? അപ്പൊ 50 മുന്തിരിങ്ങ ഏകദേശം നമുക്ക് 1 കിലോ മുന്തിരിങ്ങയിൽ 50 മുന്തിരിങ്ങ ഉണ്ടെന്ന് പറയാം നമുക്ക്. അപ്പൊ നമുക്ക് 50 ഓറഞ്ച് വേണമെങ്കിൽ എത്ര കിലോ ഓറഞ്ച് എടുക്കേണ്ടി വരും? നമുക്കൊരു ഏകദേശം 1 കിലോ ഓറഞ്ചിൽ 5 ഓറഞ്ച് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ വേണ്ടി വരും? 50 ഓറഞ്ചിന് 10 കിലോ വേണ്ടി വരും. അപ്പോൾ 10 കിലോ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ഓറഞ്ചുകളുടെ എണ്ണവും 1 കിലോ മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന മുന്തിരിങ്ങകളുടെ എണ്ണവും നമുക്ക് തുല്യമായ 50 എണ്ണമാണ്. അതിലാർക്കും സംശയമില്ലല്ലോ. അതേപോലെ പൈനാപ്പിൾ
ഇപ്പോൾ 2 പൈനാപ്പിൾ നമുക്ക് 1 കിലോ ആയിട്ട് എടുത്താൽ 50 പൈനാപ്പിൾ വേണമെങ്കിൽ നമുക്ക് എത്ര കിലോ എടുക്കേണ്ടി വരും? യെസ്, എത്രയാണ്? 25 കിലോ. അപ്പോൾ 25 കിലോ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പൈനാപ്പിളുകളുടെ എണ്ണവും 10 കിലോ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ഓറഞ്ചുകളുടെ എണ്ണവും 1 കിലോ മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന മുന്തിരിങ്ങകളുടെ എണ്ണവും നമുക്ക് ഒരുപോലെ തുല്യ എണ്ണം കിട്ടിയല്ലോ. എന്തുകൊണ്ടാണ്? മുന്തിരിങ്ങകളുടെ വലിപ്പമാണോ പൈനാപ്പിളിന്? അല്ല. അപ്പം വ്യത്യസ്ത കിലോഗ്രാമിൽ ഒരേ എണ്ണം വരാൻ കാരണം അവയുടെ വലിപ്പവും വ്യത്യസ്തമായത് കൊണ്ടാണ്. അതേ ഐഡിയ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ അപ്പം എല്ലാ ആറ്റങ്ങൾക്കും ഒരേ വലിപ്പമാണോ? നമ്മൾ കാർബൺ 12ൽ 1 യൂണിറ്റുകളുമായിട്ട് താരതമ്യം ചെയ്ത് ത്രാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ചില ആറ്റങ്ങൾക്ക് ഭാരം കൂടുതലാണ്, ചിലതിന് ഭാരം കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് അവയുടെ അറ്റോമിക് മാസും വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ തുല്യ എണ്ണം നമ്മൾ എടുത്തിരിക്കുമ്പം അതിന്റെ മാസ് വ്യത്യസ്തമാണ്. വ്യത്യസ്ത മാസുകളിലാണ് ഒരെണ്ണം ഉണ്ടായിരിക്കുന്നത്. ഈ വ്യത്യസ്ത മാസുകൾക്കൊരു ബേസിക് ഉണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. അതെന്താണെന്നാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ വ്യത്യസ്ത മാസുകൾ അവയുടെ എന്തായിരുന്നു? അറ്റോമിക മാസുകളായിരുന്നു. അറ്റോമിക മാസുകൾ ഗ്രാമിൽ എടുത്തപ്പോഴാണ് അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മൂലകങ്ങളുടെ എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എടുക്കുമ്പോഴാണ് അവയിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിരിക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു എനി എലമെന്റ് ഇഫ് വി ടേക്കൺ ദാറ്റ് എലമെന്റ് ഇൻ ഗ്രാംസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാമിൽ ഓരോ എലമെന്റും എടുത്താൽ മാത്രമേ അവയിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക്. അപ്പൊ അറ്റോമിക് മാസ് നമ്മൾ ജി ചേർത്ത് പറയുമ്പോൾ അതിനെ നമുക്ക് എളുപ്പത്തിൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് നമുക്ക് പറയാം. ഓരോ എലമെന്റിന്റെ അറ്റോമിക മാസ് ജി ചേർത്ത് പറഞ്ഞാൽ അതിനെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. അപ്പൊ നമുക്കിവിടെ ഇടയ്ക്ക് ഒരു കോളം കൂടി ഇൻസേർട്ട് ചെയ്യാം. ടീച്ചർ, ആ കോളം GAM, ഗ്രാം അറ്റോമിക് മാസ്. 12 G ആണ് ഇപ്പൊ കാർബണിന്റെ നമ്മൾ എടുത്തിരിക്കുന്നത്. 12 എന്ന് പറയുന്ന കാർബണിന്റെ അറ്റോമിക് മാസ് ആണ്. അത് എത്ര GAM ആയിരിക്കും? 1 GAM ആണ്. 16 G ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം എത്ര GAM ആണ്? 1 GAM ആണ്. 14 G നൈട്രജനെ സംബന്ധിച്ചിടത്തോളം എത്ര GAM ആണ്? 1 GAM ആണ്. 1 G ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം how many GAM? 1 GAM. 23 gram sodium, how many GAM? It is 1 GAM. 35.5 gram of chlorine, how many GAM? It is also 1 GAM. Because these numbers are their atomic mass. അറ്റോമിക് മാസ് ഗ്രാമിലേക്ക് എടുക്കുമ്പോഴാണ് അത് 1 GAM എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഇതൊക്കെ അറ്റോമിക് മാസ് ആണല്ലോ. അപ്പൊ GAMന്റെ AM ഇവിടെ ഉണ്ട്, അറ്റോമിക് മാസ് ആണ്. ഇത് ജിയിലോട്ട് മാറ്റിയപ്പോൾ അത് ഏതായി? GAM ആയി അല്ലെ? അത് ഗ്രാമിലേക്ക് എടുത്തപ്പോൾ അത് GAM ആയി. അപ്പൊ അത് 1 GAM ആണ്. 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ അത് 1 GAM ആണ്. അപ്പം എലമെന്റ്സിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാമിലേക്ക് എടുത്താൽ അത് 1 GAM ആണ്. അതാണ് കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത്. അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. അവഗാഡ്രോ നമ്പർ നമ്മൾ NA എന്ന് സൂചിപ്പിക്കും. അവഗാഡ്രോ നമ്പർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ 2 GAM കാർബൺ എത്ര ഗ്രാം ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 GAM കാർബൺ 12 ഗ്രാം ആണ്. അപ്പൊ 2 GAM കാർബൺ എത്രയായിരിക്കും? 24 ഗ്രാം. ഓക്കെ. അതുപോലെ 1 GAM ഓക്സിജൻ 16 ഗ്രാം ആണെങ്കിൽ 2 GAM ഓക്സിജൻ എത്ര ഗ്രാം ആയിരിക്കും? 32 ഗ്രാം. ഓക്കെ. അതുപോലെ 1 GAM സോഡിയം 23 ഗ്രാം ആണെങ്കിൽ 2 GAM സോഡിയം എത്രയായിരിക്കും? 46. അതുപോലെ ക്ലോറിൻ 1 GAM ക്ലോറിൻ സമം 35.5 ഗ്രാം ആണെങ്കിൽ 2 GAM ക്ലോറിൻ എത്രയായിരിക്കും? 70 ഗ്രാം ആയിരിക്കും. 71 ഗ്രാം.
71 ഗ്രാം ആയിരിക്കും. ഇപ്പം GAM ഇരട്ടിക്കുകയോ 4 ഇരട്ടിയാക്കിയൊക്കെ തന്നാൽ ഇപ്പം 4 GAM ഓക്സിജൻ എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 1 GAM ഓക്സിജൻ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ 4 GAM ഓക്സിജൻ കാണാൻ എന്ത് ചെയ്യണം? 4 GAM ഓക്സിജൻ എത്ര ഗ്രാം ആണ്? നമുക്ക് എന്തറിയാം? 16 ഗ്രാം അല്ലേ? 1 GAM ഓക്സിജൻ ഈസ് ഈക്വൽ ടു 16 ഗ്രാം. 4 GAM ഓക്സിജൻ ഈസ് ഈക്വൽ ടു 64 ഗ്രാം. ഇങ്ങനെ 4 കൊണ്ട് നമ്മൾ ഇൻഡു ചെയ്തു. അപ്പോൾ ഇനി തിരിച്ച് ചോദിക്കാം, 64 ഗ്രാം ഓക്സിജൻ ഈസ് ഹൗ മെനി GAM? എത്ര GAM ആയിരിക്കും? 64 ഗ്രാം ഓക്സിജൻ ഈസ് ഹൗ മെനി GAM? ഹൗ മെനി GAM? ഒരു GAM ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ഗ്രാം ആണ്. നമ്മളോട് ചോദിക്കുന്നത് 64 ഗ്രാം ഓക്സിജൻ എത്ര GAM എന്നാണ്. അപ്പോൾ 64 ഗ്രാം ഓക്സിജൻ എത്രയാണ്? 4 GAM ആണ്. എങ്ങനെ കിട്ടി നമുക്ക്? ഗിവൺ മാസ് എത്രയാണ്? 64. ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. അപ്പോൾ ഗിവൺ മാസിനെ ആ എലമെന്റിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര GAM എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം. നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെന്റ്. അപ്പോൾ എല്ലാവരും ഇത് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ GAMകളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? GAMകളുടെ എണ്ണം കണക്കാക്കുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന മാസ് ബൈ അറ്റോമിക മാസ്. ഇനി എത്ര മാസ് തന്നാലും നമുക്ക് അവയുടെ ആ മൂലകത്തിന്റെ ആ എലമെന്റിന്റെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് എത്ര GM ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്സിജന്റെ അറ്റോമിക മാസ് 1 GAM. നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലെ പേജുകളിലൂടെ ഒന്ന് കടന്നു പോകാം. ഉദാഹരണമായിട്ട് പേജ് നമ്പർ 39. ആറ്റങ്ങളുടെ എണ്ണം. കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് 39 പേജിൽ തുടക്കത്തിൽ തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് എന്ന ഹെഡിങ്ങിൽ. അപ്പോൾ എല്ലാവർക്കും GAM കണക്കാക്കാൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പേജ് 39 ആറ്റങ്ങളുടെ എണ്ണമെന്ന് തുടങ്ങുന്ന ആ ഹെഡിങ്ങിന് താഴെ എന്തൊക്കെയാണ് പറഞ്ഞു വന്നിരിക്കുന്നതെന്ന് നോക്കാം. അവിടെ ഒരു കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിന്റെ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇവിടെ എത്ര കാർബൺ എടുത്തിട്ടുണ്ട്? ഒരു കാർബൺ. ഒരു കാർബൺ എത്ര ഓക്സിജൻ എടുത്തിട്ടുണ്ട്? 2 ഓക്സിജൻ. അങ്ങനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിന് CO2 ഒരു തന്മാത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം എടുത്തിട്ടുണ്ട്? 2 ഓക്സിജൻ ആറ്റം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 കാർബൺ ആണ് എടുക്കുന്നതെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റം വേണ്ടി വരും? ഒരു കാർബണിന് 2 ഓക്സിജൻ ആറ്റം ആണെങ്കിൽ 5 കാർബണിന് എത്ര ഓക്സിജൻ ആറ്റം വേണ്ടി വരും? 10 ഓക്സിജൻ ആറ്റം വേണ്ടി വരും. 100 കാർബൺ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ എത്ര ഓക്സിജൻ ആറ്റം വേണ്ടി വരും? 200 ഓക്സിജൻ ആറ്റം വേണ്ടി വരും. അപ്പോൾ 1000 കാർബൺ ആണ് എടുക്കുന്നതെങ്കിലോ എത്ര ഓക്സിജൻ വേണ്ടി വരും? 2000 ഓക്സിജൻ ആറ്റം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ വാചകങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒരു കാർബൺ ആറ്റം എത്ര ഓക്സിജൻ ആറ്റങ്ങളുമായിട്ടാണ് സംയോജിക്കുന്നത്? 1 കാർബൺ ആറ്റം how many oxygen atoms combine with 1 carbon atom? 2. അവിടെ എത്രയാണ് എഴുതേണ്ടത്? 2. എല്ലാവരും എഴുതുക. How many oxygen atom combine with 1000 carbon atom? 1000 കാർബൺ ആറ്റങ്ങൾ എത്ര ഓക്സിജൻ ആറ്റങ്ങളുമായി സംയോജിക്കും? എത്ര എഴുതണ്ടേ? നമ്മൾ ഇവിടെ കണ്ടതാണ്. എത്രയാണ്? 2000. 2000 ഓക്സിജൻ ആറ്റങ്ങൾ. അങ്ങനെ നമ്മൾ ആ ടേബിൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. പട്ടിക 2-4 12 ഗ്രാം കാർബണിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് ടേബിളിൽ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഏതൊരു എലമെന്റും അതിൻ്റെ അറ്റോമിക മാസിൽ എടുത്താൽ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറിന് തുല്യമായിരിക്കും. അതാണ് പട്ടിക 2.4 നമ്പർ ഓഫ് ആറ്റംസ് 12 G കാർബണിൽ 6.02 × 10⁻23.
അപ്പോൾ 12 എന്ന് പറയുന്നത് അവിടെ ഗിവൺ മാസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. കാർബണിനെ സംബന്ധിച്ചിടത്തോളം 12ന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാർബണിന്റെ അറ്റോമിക് മാസ് ആണ്. അപ്പോൾ അറ്റോമിക് മാസിൽ ഒരു എലമെന്റ് അത്രയും ഗ്രാമിൽ എടുത്താൽ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് 6.02 × 10⁻23 ആണ്. നെക്സ്റ്റ് ടേബിളിൽ തന്നിരിക്കുന്നത് 16 ഗ്രാം ഓക്സിജൻ ആണ്. 16 എന്ന് പറയുന്നത് ഓക്സിജന്റെ അറ്റോമിക് മാസ് ആണ്. അപ്പോൾ അറ്റോമിക് മാസ് ഗ്രാമിൽ എടുത്താൽ അത്രയും ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് 6.02 × 10⁻23 ആണ്. ഓക്കെ, അപ്പോൾ ആ ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം നമുക്ക്. How many atoms are present in 12 gram carbon? 12 gram carbonൽ എത്ര ആറ്റങ്ങളാണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്? എഴുതിക്കോളൂ. 6.02 × 10⁻23. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റവുമായിട്ടാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഗിവൺ ഇക്വേഷനിൽ. അങ്ങനെയാണെങ്കിൽ 6.02 × 10⁻23 കാർബൺ ആറ്റംസിന് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ എത്ര ഓക്സിജൻ ആറ്റംസ് എടുക്കേണ്ടി വരും? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹൗ മെനി ഓക്സിജൻ ആറ്റംസ് ആർ നീഡഡ് ഫോർ കമ്പൈനിങ് വിത്ത് 6.02 × 10⁻23 കാർബൺ ആറ്റം? ഇപ്പോൾ ഒരു കാർബണിന് 2 ഓക്സിജൻ ആറ്റം, 5 കാർബണിന് 10 ഓക്സിജൻ ആറ്റം, 100 കാർബണിന് 200 ഓക്സിജൻ ആറ്റം, 1000 കാർബണിന് 2000 ഓക്സിജൻ ആറ്റം. എന്തായിരുന്നു അതിന്റെ അർത്ഥം? കാർബൺ എത്ര എടുക്കുന്നു അതിന്റെ ഇരട്ടി ഓക്സിജൻ എടുക്കണം. അപ്പൊ 6.02 × 10⁻23 കാർബൺ ആറ്റംസ് എടുത്താൽ എത്ര ഓക്സിജൻ ആറ്റംസ് വേണ്ടി വരും? 2 × 6.02 × 10⁻23 ഓക്സിജൻ ആറ്റംസ്, അതിന്റെ ഇരട്ടി എടുക്കണം. ഇതാണ് അവിടെ നിങ്ങൾ എഴുതേണ്ട ആൻസർ. ഓക്കെ, എങ്കിൽ വാട്ട് ഈസ് ദ മാസ് ഓഫ് ദീസ് ആറ്റംസ്? ഈ 2 × 6.02 × 10⁻23 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ടേബിളിൽ എന്താ നമ്മൾ പഠിച്ചത്? 6.02 × 10⁻23 ഓക്സിജൻ ആറ്റങ്ങളുടെ മാസ് എത്രയായിരുന്നു? 16 ഗ്രാം. അപ്പൊ 2 × 6.02 × 10⁻23 ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? 6.02 × 10⁻23 ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത് 16. അങ്ങനെ ആകുമ്പോൾ 2 × 6.02 × 10⁻23 ഓക്സിജൻ ആറ്റംസ് ആകുമ്പോൾ എത്ര വരും? 32 ഗ്രാം. ഓക്കെ, അപ്പം അറ്റോമിക് മാസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത് നിങ്ങൾക്ക് പാഠഭാഗത്ത് എവിടെയാണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയാണോ ഇത് വരുന്നത് അവിടെ നിങ്ങൾക്ക് സൂചനയായിട്ടുണ്ടാകും മാസ്. എന്നിട്ട് അത് തന്നിരിക്കുന്ന ഗിവൺ മാസുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. അതിൻ്റെ ഇരട്ടിയാണ്, എത്ര ഇരട്ടിയാണ്, അത് എത്ര GAM ആണെന്ന് നോക്കുക. അതിനനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ 2 × 32 ഗ്രാം ഓക്സിജനിൽ എത്ര ആറ്റംസ് അടങ്ങിയിരിക്കും? 2 × 6.02 × 10⁻23 ഓക്സിജൻ ആറ്റംസ് അടങ്ങിയിരിക്കും. അപ്പോൾ മാസും എണ്ണവും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് സൂക്ഷ്മകണികകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അത് അങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു GAM-നെ നമുക്ക് എന്തെന്ന് പറയാം? 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയാം. അപ്പൊ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോകാം. The atomic mass of carbon is 12 and that of oxygen is 16. കാർബൺ അറ്റോമിക് മാസ് 12 ആണ്, ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. അപ്പൊ ഓരോ മൂലകത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം എടുത്താൽ അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ അത് പറഞ്ഞു പോയതാണ്. ഈച്ച് എലമെന്റ് ഈസ് ടേക്കൺ വിത്ത് മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ദെയർ അറ്റോമിക് മാസ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ലൈൻ നിങ്ങൾ ടെക്സ്റ്റിൽ അടയാളം ചെയ്ത് വെക്കുക. അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നുക. ഗിവൺ മാസ് തന്നാൽ അത് ഏതുമായിട്ട് ാണ് നമ്മൾ ആലോചിക്കേണ്ടത്? ആ എലമെന്റിന്റെ അറ്റോമിക് മാസുമായിട്ട് കമ്പയർ ചെയ്യണം. അത് എത്ര ഇരട്ടിയാണ്? അറ്റോമിക് മാസ് ആണോ ഗിവൺ മാസ് ആയിട്ട് തന്നിരിക്കുന്നത്? അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കണം. ഈച്ച് എലമെന്റ് ഈസ് ടേക്കൺ വിത്ത് മാസ് ഇൻ ഗ്രാംസ് ഈക്വൽ ടു ദെയർ അറ്റോമിക് മാസ്. The number of atoms present in them are found to be equal. If any atom taken their mass as equal to their atomic mass, the number of atoms present in it is equal to 6.02 × 10⁻23. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസ് തുല്യമായ അത്രയും ഗ്രാം വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ? 12 ഗ്രാം കാർബണിനെ 1 ഗ്രാം അറ്റോമിക് മാസ് കാർബൺ എന്ന് വിളിക്കുന്നു. അതായത് 1 GAM. നമ്മൾ നേരത്തെ ടേബിൾ എഴുതിയതാണ്. 12 GC സമം 1 GAMC. 16 G ഓക്സിജൻ സമം 1 GAM ഓക്സിജൻ. അറ്റോമിക് മാസ് ആയതുകൊണ്ടാണ്.
അതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടേബിൾ 2.5 നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. നോക്കിക്കോളൂ നിങ്ങൾ. 1 gram ആറ്റത്തിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? The mass of an element in gram equal to its atomic mass is called 1 gram atomic mass 1 GAM of that element. This also be shortened as 1 gram atom. ടേബിൾ 2.5 നമുക്ക് ഫില്ല് ചെയ്യാം. നോക്കിക്കോളൂ. എലമെന്റ് കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ മൂലകങ്ങൾ. അറ്റോമിക് മാസ് കാർബൺ 12, ഓക്സിജൻ 16, നൈട്രജൻ 14, ക്ലോറിൻ 35.4. മാസ് ഇൻ ഗ്രാംസ്, അത് മാസ് ഇൻ ഗ്രാംസ് എന്ന് പറഞ്ഞാൽ അത് ജി ചേർത്ത് എഴുതുന്നു. 12 12G, 16 16G, 14 14G, 35.5G. അപ്പോൾ നമുക്ക് ടേബിൾ 2.5 ഫില്ല് ചെയ്യേണ്ടത് എവിടെയാണ്? 14 നൈട്രജൻ മാസ് ഇൻ ഗ്രാംസ് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കിയാൽ 14G എഴുതുക. 35.5ൻ്റെ അടുത്ത് നമ്മൾ അടുത്ത ടേബിളിൽ എന്തെഴുതണം? 35.5G എന്ന് എഴുതുക. അപ്പോൾ അടുത്ത നാലാമത്തെ കോളം എന്താണ്? 12G കാർബൺ എന്ന് പറയുന്ന 1GAM ആണ്. 16G ഓക്സിജൻ എന്ന് പറയുന്ന 1GAM ആണ്. അങ്ങനെയാകുമ്പോൾ 14G നൈട്രജൻ എത്ര GAM ആയിരിക്കും? 1GAM, ബിക്കോസ് 14 ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ. ഇനി നെക്സ്റ്റ് 35.5G ക്ലോറിൻ എത്ര GAM ആണ്? 1GAM, ബിക്കോസ് 35.5 ഈസ് ദി അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് കോളം ഏതാണ്? നമ്പർ ഓഫ് ആറ്റംസ്. 1GAM കാർബൺ എത്ര ആറ്റം ഉണ്ടാവും? 6.022 × 10⁻23. 1GM ഓക്സിജനിൽ എത്ര ആറ്റം ഉണ്ടാവും? 6.022 × 10⁻23. സിമിലർലി 1GM നൈട്രജനിലെ നമ്പർ ഓഫ് ആറ്റംസ് 6.022 × 10⁻23. 1GAM ക്ലോറിലെ നമ്പർ ഓഫ് ആറ്റംസ് 6.022 × 10⁻23. അപ്പോൾ 1GAM കാർബൺ ഈസ് 12 gram കാർബൺ ആണ്. അതുപോലെ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ഇറ്റ് ഈസ് 6.022 × 10⁻23. അപ്പോൾ when we take 1GAM of any other element, the number of atoms will be equal. That is 1 gram mass of any element contains 6.022 × 10⁻23 atoms. The number is known as Avogadro number. This is indicated as Na. അതുപോലെ similarly 1GAM of sodium means 23G sodium. It also contains 6.022 × 10⁻23 atoms. അങ്ങനെയാണെങ്കിൽ 46 gram സോഡിയത്തിൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? ഹൗ മെനി നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 46 gram? നമ്മൾ പറഞ്ഞു GAM കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? GAM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെന്റ്. ഇവിടെ സോഡിയത്തിന്റെ ഗിവൺ മാസ് എത്രയാണ്? 46. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും, ആരും പേടിക്കേണ്ട. 23. എത്ര ടൈംസ്? 2 times. അപ്പം 46 gram സോഡിയം എത്ര GAM ആണ്? 2GAM. എഴുതിക്കോളൂ, അതവിടെ ടെക്സ്റ്റിലുണ്ട്. അപ്പം നമ്പർ ഓഫ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് ദാറ്റ് എലമെന്റ് എന്ന് നിങ്ങൾ അവിടെ ചുരുക്കി എഴുതുക. അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇറ്റ് കണ്ടെയ്ൻസ് 2 × 6.022 × 10⁻23 atoms. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി GAM is present in 69 gram of sodium? 69 സോഡിയത്തിൽ എത്ര ആറ്റം ഉണ്ടാവും? അപ്പൊ ഗിവൺ മാസ് എത്രയാണ്? 69 ഡിവൈഡഡ് ബൈ 23 എത്രയാണ്? 3 GAM. ഒരു1 GAM-ൽ 6.022 × 10⁻23. അപ്പോൾ 3 GAM-ൽ 3 × 6.022 × 10⁻23. അപ്പം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അത് എത്ര ഗിവൺ മാസ് എത്ര GAM ആണെന്ന് കണ്ടുപിടിക്കുക. GAM കണ്ടുപിടിക്കാൻ ഗിവൺ മാസിനെ അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പം 69 gram sodium is equal to 3 × 6.022 × 10⁻23. Similarly, calculate the number of atoms present in each sample. For example, 42 gram nitrogen, 80 gram oxygen. 42 gram nitrogen എത്ര ആറ്റംസ് ഉണ്ടാകും? 42 gram നൈട്രജനിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അപ്പോൾ GAM എങ്ങനെ കണ്ടുപിടിക്കാം? 42 ഡിവൈഡഡ് ബൈ 1/4. 3 times അല്ലേ? അപ്പൊ 3 GAM ആണ് 42 gram നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പൊ 1 GAM നൈട്രജനിൽ 6.022 × 10⁻23. അപ്പൊ 3 GAM-ൽ 3 × 6.022 × 10⁻23 ഉള്ളൂ കണ്ടുപിടിക്കാൻ. വളരെ എളുപ്പമാണ് സംഗതികൾ. അടുത്തത് എന്താണ് തന്നിരിക്കുന്നത്? 80 gram ഓക്സിജൻ ആണ്.
80 ഗ്രാം ഓക്സിജനിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അപ്പൊ അത് എത്ര GAM ആണ് നമ്മൾ കണ്ടുപിടിക്കണം. GAM ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് അറ്റോമിക് മാസ് 5 ടൈംസ് 5 GAM അല്ലേ? അപ്പൊ ഒരു GAM ഓക്സിജനിൽ എത്ര ആറ്റംസ് ആണ്? യെസ്, അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. അപ്പൊ 5 GAM 5 × 6.022 × 10⁻23 ആറ്റംസ് അടങ്ങിയിരിക്കും. അങ്ങനെ 1 GAM 1 മോൾ ആറ്റം എന്നും പറയും. 6.022 × 10⁻23 ഈ വലിയ മാജിക് നമ്പർ ആറ്റത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ 1 മോൾ ആറ്റം എന്ന് പറയും. മോൾ ആറ്റം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും GAM കണ്ടുപിടിച്ചിട്ട് ആ സംഖ്യ കൊണ്ട് അവഗാഡ്രോ നമ്പറിനെ ഇൻഡു ചെയ്താൽ 1 മോൾ ആറ്റം എത്രയെന്ന് കിട്ടും. 1 മോൾ ആറ്റം 1 മോൾ ആറ്റം ഈസ് ഓൾസോ ഈക്വൽ ടു 1 GAM. 6.022 × 10⁻23 ആറ്റംസ് ആണ് 1 മോൾ ആറ്റം എന്ന് പറയുന്നത്. 1 GAM ഹൈഡ്രജനി കണ്ടെയ്ൻസ് 6.022 × 10⁻23 മോൾ ആറ്റം. 12G carbon contains 6.022 × 10⁻23 carbon atoms. 1 mole atom means 6.022 × 10⁻23 atoms. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റിലേറ്റീവ് അറ്റോമിക് മാസ്, GAM, മോൾ ആറ്റം, ആപേക്ഷിക അറ്റോമിക മാസ്, ഗ്രാം അറ്റോമിക മാസ്, മോൾ ആറ്റം 6.022 × 10⁻23 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് അറിയാമെങ്കിൽ തന്നിരിക്കുന്ന മാസ് ആ സംഖ്യയുടെ എത്ര മടങ്ങ് എത്ര ടൈംസ് ആണെന്ന് കണ്ടുപിടിച്ചാൽ GAM കിട്ടും. ഒരു GAM ഏതൊരു എലമെന്റിലും 6.022 × 10⁻23 ആറ്റംസ് അടങ്ങിയിരിക്കും. അതിനെയാണ് 1 മോൾ ആറ്റം എന്ന് പറയുന്നത്. 6.022 × 10⁻23 ആറ്റം ഈസ് ഈക്വൽ ടു 1 മോൾ ആറ്റം. ഓക്കെ, അപ്പം മോളിൻ്റെ കൂടെ ആറ്റം എന്നൊരു വേർഡ് കൂടെ കണ്ടാൽ അത് GAM ആണ് എന്നാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. അടുത്ത GMM മോളിക്കുലാർ മാസ് കണക്കാക്കുന്നതിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയും ടെക്സ്റ്റ് വായിക്കുകയും ചെയ്യുക. താങ്ക് യു.